ഹായ്. അധികാരത്തിലിരിക്കുന്ന ശ്രീമാൻ വി ഡി സതീശനും അഥവാ മുഖ്യമന്ത്രിയായ വി ഡി സതീശനും പ്രതിപക്ഷ നേതാവായിരുന്ന സതീശൻ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടായെന്ന് ഈ കഴിഞ്ഞ ഏതാനും ദിവസമായി അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു ദിവസം 4 പേർക്കെതിരെയാണ് പോലീസ് നടപടി ഉണ്ടായത്. 4ഉം ആ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പ്രസ്താവന നടത്തി, അതുമല്ലെങ്കിൽ സമൂഹ സ്പർദ്ധ ഉണ്ടാവുന്ന വിധത്തിൽ പെരുമാറി, ഇങ്ങനെ എന്തൊക്കെയോ ആരോപണങ്ങൾ പറഞ്ഞ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവാത്തത് ശ്രീമാൻ നെഹ്റുവിന്റെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതാണ്. ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഡോണ്ട് സ്പെയർ മീ എന്നാണ് കാർട്ടൂണിസ്റ്റിനോട്. എന്നെയും വെറുതെ വിടരുത്, എന്നെയും വിമർശിക്കണം, വിമർശനങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതേസമയം മുഖ്യമന്ത്രിയെ സ്ഥാനമേറ്റതിൽ പിന്നെ അദ്ദേഹം എത്രമാത്രം അക്ഷമനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് റിട്ടയർ ചെയ്യാൻ 2 ദിവസം മാത്രം ബാക്കിയുള്ള ഒരു സ്കൂൾ പ്രിൻസിപ്പലിനായിരുന്നു. അദ്ദേഹം നഗ്നചിത്രം പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ നഗ്നചിത്രം പ്രദർശിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം. അത് സത്യമൊന്നും ആയിരുന്നില്ല. ഏതോ KSRTC ജീവനക്കാരൻ അങ്ങനെ ചെയ്ത് അയാൾക്കെതിരെ നടപടിയും എടുത്തു. എന്താണെങ്കിലും 2 ദിവസം മാത്രമാണ് ബാക്കി എന്ന പരിഗണനയിൽ തുടർ നടപടി ഉണ്ടായില്ല. അത്രയും നല്ലത്. പിന്നെ അങ്ങോട്ട് കേസുകളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു. അപങ്കരം തുടരുകയാണ്. എന്താണ് ഇങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ശ്രീമാൻ പിണറായി സമ്പാദിച്ച ദുഷ്പേര്, അഹങ്കാരി എന്ന ദുഷ്പേര് ഇദ്ദേഹം 10 മാസം കൊണ്ട് സമ്പാദിക്കുമെന്നാണ് തോന്നുന്നത്. എല്ലാ സാധ്യതയുമുണ്ട്. എന്താണെങ്കിലും ഇതേതറ്റം വരെ പോകുമെന്ന് കാത്തിരുന്ന് കാണാം. താങ്ക് യു.